നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറെ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ നേരം വൈകുന്നേരം പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഒരുമിച്ച് കാണുന്നത്. നമ്മളുടെ പ്രത്യേക ഒരു വാർത്താ അവതരണ രീതി പിന്തുടരുന്ന ബുള്ളറ്റിനായതുകൊണ്ട് തന്നെ തുടർച്ചയായ വാർത്തകൾ വരുന്ന സമയത്ത്, അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള മറ്റ് തിരക്കുകൾ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച വാർത്താ പ്രവാഹത്തിനിടയിൽ നമുക്ക് ഈ രീതിയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും നേരം വൈകുന്നേരത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് വിശദമായി തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ എന്താണ് എന്നത് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ ഫലം കാണുമെന്ന് കരുതിയിരിക്കെ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് റിപ്പോർട്ട്. ഇതിന് ഉടൻ തന്നെ തിരിച്ചടിയുമുണ്ടായി. അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് തിരിച്ചടിച്ചതായി ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഒരാഴ്ചക്കിടെ ഉണ്ടായ 3ാമത്തെ പ്രധാന സംഘർഷമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സമാധാനം ഇനിയും ഏറെ അകലെയാണോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നൽകുന്നത്. അതാണ് ആദ്യം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമുണ്ടായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് നയിച്ച ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ MQ-1 ഡ്രോൺ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാൻ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടതാണ്. ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ നിരീക്ഷണ ഡ്രോൺ ഉടൻ തന്നെ റവല്യൂഷണറി ഗാർഡിന്റെ അത്യാധുനിക പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളുടെ നിരീക്ഷണ വലയത്തിലായി. തൊട്ടു പിന്നാലെ വെടിവെച്ചിടുകയുമായിരുന്നു എന്ന് IRGC അറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും കടുത്ത രീതിയിൽ നേരിടുമെന്ന് ആയിരുന്നു IRGCയുടെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കൻ സേന ആക്രമണം നടത്തിയത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാനിലെ നഗരത്തിലും ഹെഷാം ദ്വീപിലുമുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, 2 ഡ്രോണുകൾ എന്നിവ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി ഈ സെൻട്രൽ കമാൻഡ് X പ്ലാറ്റ്ഫോമിലൂടെയാണ് അവകാശപ്പെട്ടത്. തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്കും പ്രദേശത്തെ സുരക്ഷയ്ക്കും ഭീഷണിയായ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെന്നും തങ്ങളുടെ സൈന്യത്തെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തുടരുമെന്നും അധികൃതർ Xൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതായത് അടിയുണ്ടായാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന തരത്തിൽ ഇരു രാഷ്ട്രങ്ങളും നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മറുപടിയായി അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി തിരിച്ചടിച്ചു എന്നതായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. ഡ്രോൺ ആക്രമണം ഉണ്ടായതായി കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സേനാ താവളങ്ങൾ ഉള്ള ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സമാധാനത്തിനരികിൽ നിന്ന് വീണ്ടും വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു ഏറ്റുമുട്ടൽ തെക്കൻ ഹോർമുസ്ഗാൻ പ്രവിശ്യയിലുള്ള സിറിക് ദ്വീപിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ തകർത്തതിന് തിരിച്ചടിയായി അമേരിക്കയുടെ എയർബേസ് തകർത്തു എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തു വരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ചാണ് അനദളു ഏജൻസി ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. സിറിക് ദ്വീപിലെ ഇറാന്റെ ആശയവിനിമയ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെന്ന് IRGC പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ ദൗത്യം നിർവഹിച്ചത്. അമേരിക്കയുടെ ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ ശക്തമായ തിരിച്ചടി നൽകിയെന്നൊരു അവകാശവാദവും അവർ ഉന്നയിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർക്കാൻ തങ്ങളുടെ സേനയ്ക്ക് സാധിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു. ഇങ്ങനെയൊരു ആക്രമണം ഇനിയുണ്ടായാൽ അതിനോടുള്ള പ്രതികരണം അതേ വലിപ്പത്തിലും സ്വഭാവത്തിലും തിരിച്ചും നൽകും എന്ന സൂചനയാണ് IRGC നൽകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷാവസ്ഥയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കുമെന്നും IRGC കൂട്ടിച്ചേർത്തു. അപ്പോൾ അങ്ങനെ ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തും എന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതേസമയം ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന അവകാശവാദങ്ങളുമുണ്ട്.
ഈ ആക്രമണങ്ങൾ നടക്കുന്നതിന് ഇടയിൽ തന്നെ ട്രംപിന്റെ ഒരു ഭീഷണി കൂടി വരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ നല്ലൊരു കരാറിലേക്ക് എത്താറായി എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്ക ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് അവസാനം കുറിക്കും എന്ന ഒരു ഭീഷണി കൂടി ട്രംപ് മുഴക്കിയിട്ടുണ്ട്. ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ ഭീഷണി മുഴക്കിയത്. നമ്മൾ വളരെ നല്ലൊരു കരാറിലേക്ക് അടുത്തിരിക്കുകയാണ്. അനാവശ്യ തിടുക്കം കൂട്ടിയാൽ നല്ലൊരു കരാറിലെത്താൻ സാധിക്കില്ല. പതുക്കെയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറപ്പാക്കും നേടിയെടുക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇനി നാം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് അവസാനം കാണും എന്നും ട്രംപ് പറയുകയാണ്. എന്താണ് ഈ മറ്റൊരു രീതി? എന്താണ് ഈ മറ്റൊരു വഴി? ട്രംപ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് തുടർന്നുള്ള വരികളിൽ. യുദ്ധവകുപ്പ് വഴി കാര്യങ്ങൾ തുടങ്ങുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും തകർക്കപ്പെട്ടതിനാൽ അമേരിക്കയ്ക്ക് അവരുടെ മേൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എങ്കിലും ഇറാന്റെ നേതൃത്വത്തിലുള്ള ചിലർ മിതവാദികളായതിനാലാണ് അവരുടെ സൈന്യത്തെ അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ട്രംപ് ഇപ്പോഴും സമാധാനത്തിന്റെ പാതയിൽ ചർച്ചകൾ നടക്കുന്നതിനുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയും, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭീഷണി സന്ദേശങ്ങൾ നൽകുകയും കൂടിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിലെ അധികാരങ്ങൾക്കിടയിലെ ഭിന്നതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചതായ റിപ്പോർട്ടും വലിയ രീതിയിൽ പരന്നത്. പരമോന്നത നേതാവിന്റെ ഓഫീസിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതായാണ് വിവരം പുറത്തുവന്നത്. ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തന്റെ സർക്കാരിനെ ഒഴിവാക്കുന്നതും തീവ്ര നിലപാടുള്ള വിഭാഗത്തിന് ഭരണത്തിൽ അമിതമായ സ്വാധീനം കിട്ടുന്നതുമാണ് പ്രസിഡന്റിനെ രാജിക്ക് പ്രേരിപ്പിച്ചത് എന്ന തരത്തിൽ വരെ വാർത്തകൾ നിറഞ്ഞു. പ്രസിഡന്റിനെ ഒഴിവാക്കി ഭരണപരമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിൽ അദ്ദേഹം കടുത്ത നീരസം പ്രകടിപ്പിച്ചു എന്നതാണ് പുറത്തുവന്ന വിവരം. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ സായുധ സേനയായ IRGC ഉൾപ്പെടെ അമിതമായി ഇടപെടുന്നതിലും പെഷസ്കിയാൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത്തരം ഇടപെടലുകൾ കാരണം ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. എന്നാൽ ഈ വാർത്തകളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. പിന്നീട് രാജ്യം സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്നാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ സജ്ജമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ ചുമതലകൾ സാധാരണ പോലെ തന്നെ താൻ തുടരുകയാണ് എന്ന് പെഷസ്കിയാൻ അറിയിച്ചു. നിലവിലുള്ള പ്രതിസന്ധികളുടെ വ്യാപ്തിയെക്കുറിച്ച് പൊതുജനങ്ങളോട് പൂർണ്ണ സുതാര്യത പുലർത്തുമെന്നും പ്രശ്നങ്ങൾ ഇറാൻ ജനതയ്ക്ക് മുന്നിൽ മറച്ചുവെക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് രാജി സമർപ്പിച്ചിട്ടില്ലെന്നും വരാനിരിക്കുന്ന ഔദ്യോഗിക പരിപാടികളെല്ലാം നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും ഇറാൻ പ്രസിഡൻഷ്യൽ പാലസും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചതോടുകൂടി ആ അഭ്യൂഹങ്ങൾ, നേരത്തെ പ്രചരിച്ച വാർത്തകളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇറാനിൽ ഭരണാധികാരികൾക്കിടയിലും സേനയും ഭരണകർത്താക്കളും തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നുണ്ട് എന്ന വാർത്ത പലപ്പോഴായി പുറത്തു വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഒരുമിച്ച് നീങ്ങുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനിടയിലാണ് എന്തായാലും പെഷസ്കിയാന്റെ രാജി സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി പറഞ്ഞത്. എന്തായാലും ഇറാൻ ഇപ്പോൾ അത് തള്ളിക്കളയുന്നു. പെഷസ്കിയാൻ തന്നെ നേരിട്ട് ആ വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് ഈ ചർച്ചയിലുണ്ടാകുന്ന തടസ്സം? ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്തതിന് പ്രധാന തടസ്സം അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്നതും പരസ്പര വിരുദ്ധവുമായ ആവശ്യങ്ങളാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആരോപിച്ചിരിക്കുന്നു. അമേരിക്ക നിരന്തരം നിലപാടുകൾ മാറ്റുകയും പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനൊപ്പം മാധ്യമങ്ങളിലൂടെ വിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുന്നതും ചർച്ചാ പ്രക്രിയ നീണ്ടുപോകാൻ കാരണമാകുന്നു എന്നതാണ് ഇറാൻ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ തീവ്ര നിലപാടുകാരും മിതവാദികളും തമ്മിലുള്ള തർക്കവും കാരണമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഭാഗത്ത് ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത നിലപാടുകൾ എന്ന് ഇറാൻ ആരോപിക്കുന്നു. അതേസമയം ട്രംപ് തിരിച്ച് ഇറാനിലെ ഭിന്നതകളാണ് ഈ സമാധാന കരാർ ഉണ്ടാകുന്നതിന് തടസ്സം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ട്രംപ് വിരൽ ചൂണ്ടിയത് ഇറാനിലെ വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്ന നേതാക്കൾ, സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ഭിന്നത എന്നതിലേക്കൊക്കെയാണ്. എന്തായാലും യുദ്ധം നീണ്ടുപോകുന്നത് വലിയ ആഭ്യന്തര പ്രശ്നം ട്രംപിന് സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ പലകുറി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്.
സമാധാനത്തിന്റെ പ്രസിഡന്റ് യുദ്ധത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു എന്ന വിമർശനമാണ് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ട്രംപ് നേരിടുന്നത്. അവരോട് ട്രംപ് ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞ ഒരു കാര്യം, നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ്. വാഷിംഗ്ടണുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു കരാറും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഗുണം ചെയ്യുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചു. നന്നായി വിലപേശാൻ തനിക്കറിയാം, അത് കഴിയുന്ന സാഹചര്യവും തന്നെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ചിലരുടെ ചിലപ്പ് തന്റെ വിലപേശൽ ശേഷിയെ ബാധിക്കുകയാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അതായത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും പൂർണ്ണ പിന്തുണ തനിക്ക് നൽകണം, നിങ്ങളിങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഒരുമിച്ച് നിന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതും ആ യോജിച്ചുള്ള പിന്തുണ തനിക്ക് തരൂ എന്നതാണ്. എന്തായാലും യോജിച്ചു നിന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കാം എന്നതാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം തൃശ്ശിയിലെത്തിയ വിജയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് അവിടുത്തെ വോട്ടർമാർ നൽകിയിരിക്കുന്നത്. സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിൽ റോഡിനിരുവശവും നൂറുകണക്കിന് പ്രവർത്തകർ വിജയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തി. ആ രീതിയിൽ വലിയ സ്വീകരണം വിജയ്ക്ക് അവിടെ ലഭിക്കുകയാണ്. വോട്ടർമാർക്ക് നന്ദിയെന്നും ഹൃദയത്തിലാണ് തൃശ്ശിയെന്നും ഈ സന്ദർശനം, സ്വീകരണം, അതിനിടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ വിജയ് പറഞ്ഞു, തൃശ്ശി തൻ്റെ ഹൃദയത്തിലാണ്, വോട്ടർമാർക്ക് നന്ദി എന്നതാണ് വിജയ് അറിയിച്ചിരിക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ ജയിച്ച വിജയ് തൃശ്ശിയെ ഒഴിവാക്കിയിരുന്നു, പെരമ്പൂരാണ് നിലനിർത്തിയിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തൃശ്ശിയിലേക്ക് വിജയ് എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ സ്വീകരണമാണ് വിജയ്ക്ക് അവിടെ ലഭിച്ചത്. നെഞ്ചിൽ കുടിയിരിക്കും தமிழக மக்கள் உங்கள் அனைவருக்கும் என்னுடைய வணக்கமும் என்னுடைய நன்றிகளும். குறிப்பா திருச்சி கிழக்கு தொகுதி மக்கள் உங்கள் அனைவருக்கும் என்னுடைய ஸ்பெஷல் வணக்கமும் ஸ்பெஷல் நன்றிகளும். இத்தனை வருஷமா மாத்தி மாத்தி உங்களை ஏமாத்திக்கிட்டு இருந்த இந்த 2 பேரையும் வேண்டாம்னு சொல்லி ஒதுக்கிட்டு உங்களுக்காக உண்மையா உழைக்க வந்த உங்க விஜய, உங்க அண்ணன, உங்க தம்பிய முதல் அமைச்சரா இல்ல முதல் சேவகனா ஆக்கியிருக்கிறீங்க. தலை வணங்கி ஒட்டுமொத்த தமிழக மக்களுக்கும் இந்த நேரத்தில் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். இந்த நேரத்தில் எங்களுக்கு ஆதரவு தெரிவிச்ச அத்தனை இயக்கங்களுக்கும் அத்தனை இயக்கத்தின் தலைவர்களுக்கும் மீண்டும் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். அடுத்து இப்ப நம்ம புதுசா அந்த சூட்லாம் போட்டு வரோம்ல, அதை பத்தி கூட நிறைய பேரு, ஏன் நாமெல்லாம் கோட் சூட்லாம் போடக்கூடாதா? அதிகாரம் செய்யறவங்களும் ஆதிக்க சக்திகளும் மட்டும்தான் கோட் சூட்லாம் போடணுமா என்ன? அப்பெல்லாம் எதுவுமே கிடையாது. பெரம்பூரா இருக்கட்டும், திருச்சி கிழக்கா இருக்கட்டும், எனக்கு 2 கண்கள் மாதிரி. அதுலயும் திருச்சி கிழக்கு என் செல்லப்புள்ள மாதிரி. அதனால வரப்போற இடைத்தேர்தல்ல உங்க வீட்டில் இருக்கிற ஒருத்தரை, உங்கள ஒருத்தரை தான் வேட்பாளரா நிக்க வைக்க போறோம். நீங்க எப்படி இந்த விஜய்க்கு ஆதரவு கொடுத்து ஓட்டு போட்டு ஜெயிக்க வச்சீங்களோ, அதே மாதிரி வரப்போற இடைத்தேர்தல்ல உங்களுடைய அந்த வேட்பாளரையும் ஜெயிக்க வைப்பீங்கன்ற அந்த ஒரு நம்பிக்கை நான் முழுமையாக தான் நம்புறேன். അപ്പോൾ ഓരോ വാചകത്തിലും കയ്യടിയോടുകൂടിയാണ് വിജയിയെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ DMK കടന്നാക്രമിച്ചുകൊണ്ടാണ് വിജയ് ഓരോ വേദിയിലും സംസാരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശിയിലേക്ക് എത്തുമ്പോൾ എന്താണ് വിജയ് DMK കുറിച്ച് പറയുന്നത് എന്നതുകൂടി നോക്കാം. DMK ലക്ഷ്യമാക്കിയായിരുന്നു
വിജയുടെ വിമർശനങ്ങൾ ഏറെയും എന്നത് നമുക്ക് ഇന്ന് തൃശ്ശിയിൽ അദ്ദേഹം നടത്തിയ സംസാരം കേൾക്കുമ്പോഴും മനസ്സിലാകും. ലക്ഷ്യം DMK മാത്രം. அடுத்து இப்ப நம்ம புதுசா அந்த சூட்லாம் போட்டு வரோம்ல, அதை பத்தி கூட நிறைய பேர் ஏன் நாமெல்லாம் கோட் சூட்லாம் போடக்கூடாதா? அதிகாரம் செய்யறவங்களும் ஆதிக்க சக்திகளும் மட்டும்தான் கோட் சூட்லாம் போடணுமா என்ன? அப்பெல்லாம் எதுவுமே கிடையாது. நான் என்ன கலர் கலராவா போட்டு வரேன்? ரெண்டே கலர், நம்ம எல்லாரும் மனசு மாதிரியே பிளாக் அண்ட் ஒயிட். எல்லாத்திலும் பிளாக் அண்ட் ஒயிட்டா இந்த விஜய் இருப்பான் அப்படின்னு காட்டுறதுக்கு தான் அந்த கலர். அடுத்து அந்த பிளாக் கூட யாரை குறிக்கும் எதை குறிக்கும்ன்றது நான் சொல்லிதான் தெரியணும்னு அவசியம் இல்லை, அது உங்களுக்கே நல்லா தெரியும். இப்பவும் சொல்றேன், அரசியல் ரீதியா சொல்றேன், ரெண்டு பேருக்கு நடுவுல தான் போட்டியே. ஒன்னு இன்னொன்னு எஸ், ஒன்னு டிவிக்கு, இன்னொன்னு DMK. இதுக்கு நடுவுல வேற யாருக்கும் எந்த வேலையும் கிடையாது. ஏதாவது இருக்குன்னு சொல்றீங்க? எலெக்ஷனுக்கு முன்னாடியும் அவங்களுக்கு ஒரு வேலையும் இல்ல, இப்ப எலெக்ஷனுக்கு அப்புறம் சுத்தம். വിജയ് എത്തിയാൽ അവിടെ തിരക്ക് നമുക്കറിയാവുന്നതാണ്, അനിയന്ത്രിതമായ തിരക്കാണ്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി 5000 പേർക്ക് മാത്രമാണ് പൊതുയോഗ വേദിയിലേക്ക് ഇത്തവണ പ്രവേശനം അനുവദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VR കാർത്തിക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാർത്തിക്, വലിയ ആവേശത്തോടെ വിജയുടെ ഹിറ്റ് പടങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ വിജയെ കേൾക്കുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റൊന്ന്, വിജയ് ഇന്ന് തൃശ്ശിയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആകാംക്ഷ, ആരായിരിക്കും അവിടെ വിജയുടെ പിൻഗാമി എന്നതുമായി ബന്ധപ്പെട്ട് കൂടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് വിജയ് നൽകിയിട്ടുണ്ടോ? തൃശ്ശിയിൽ തൃഷ എത്തും എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സൂചനകളുണ്ടോ വിജയുടെ വാക്കുകളിൽ? തമിഴകം കാത്തിരിക്കുന്ന രാഷ്ട്രീയ ആകാംക്ഷയും അതുതന്നെയാണ്. തൃച്ചി ഈസ്റ്റിൽ രാജിവെച്ച വിജയ്ക്ക് പകരം അവിടെ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ എത്തുന്നത് ആര് എന്നത്. പക്ഷേ ഇന്ന് ഈ പ്രസംഗത്തിലൊന്നും തന്നെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ വിജയ് യാതൊരു സൂചനയും നൽകിയില്ല. ഇന്നത്തെ വിജയുടെ പ്രസംഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലൈൻ ഇങ്ങനെയായിരുന്നു: ചുരുങ്ങിയ ദിവസം കൊണ്ട് സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ, DMK കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ, ഒപ്പം AIADMKയോട് മൃദു സമീപനം. ഇതായിരുന്നു ഇന്നത്തെ വിജയുടെ പ്രസംഗത്തിൻ്റെ ഒരു ആകത്തുക. അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ പല കാര്യങ്ങളും നടപ്പാക്കി. 700 മദ്യശാലകൾ പൂട്ടിയത്, സിംഗപ്പെണ്ണ് എന്ന പേരിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി ഒരു സ്ക്വാഡ് രൂപീകരിച്ചത്, അതോടൊപ്പം തന്നെ കർഷകർക്കായി ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നടപ്പാക്കിയ ഉത്തരവുകൾ, ഇതൊക്കെയായിരുന്നു നേട്ടങ്ങളായി എണ്ണി പറഞ്ഞത്. അതിലേറ്റവും പ്രധാനം സിംഗപ്പെണ്ണ് വരുന്ന ആഴ്ച തന്നെ ഈ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ നടക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് തൃച്ചിയിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നടത്തിയത്. സ്വാഭാവികമായും തൃച്ചിയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് TMKയും മറുവശത്ത് AIADMKയും DMKയുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ DMK മാത്രമാണ് എതിർ സ്ഥാനാർത്ഥിയായി കാണുന്നത്, അതായത് ഒരു എതിരാളിയായി കാണുന്നത് എന്നുകൂടി വിജയുടെ പ്രസംഗത്തിൽ വ്യക്തമാണ്. കാരണം സ്റ്റാലിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. 6 മാസത്തേക്ക് പുതിയ സർക്കാരിനെ വിമർശിക്കില്ല എന്ന് പറഞ്ഞ സ്റ്റാലിൻ 6 ദിവസമാവും മുമ്പ് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. അത്രയ്ക്ക് അസ്വസ്ഥമാണ് DMK ക്യാമ്പ്. മാത്രമല്ല പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ DMK ഉന്നയിച്ചു. അത് വിജയ് വസ്ത്രം ധരിക്കുന്നത്, കോട്ടും സ്യൂട്ടും ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല വാഗ്ദാനങ്ങളും, പൊള്ളയായ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം തെരഞ്ഞെടുപ്പിന് ശേഷവും DMK അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകുന്നതായിരുന്നു വിജയുടെ പ്രസംഗം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, 1976-ൽ ഈ തൃച്ചിയിൽ നിന്നാണ് MGR രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അതായത് അവിടെ ഒരു പൊതുയോഗം വിളിച്ചുകൊണ്ടാണ് സജീവമാകുന്നത്. ഇന്നത്തെ പ്രസംഗത്തിൽ AIADMKയോടുള്ള ഒരു മൃദു സമീപനവും ശ്രദ്ധേയമായി എന്നതാണ് രാഷ്ട്രീയ കൗതുകം. അതായത് അന്ന് MGR വലിയ വോട്ട് ശതമാനം വാങ്ങിയാണ് വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ 108 സീറ്റ് നേടി തമിഴകത്ത് ജയിച്ചതിന് ശേഷം അന്ന് MGR സ്വന്തമാക്കിയതിനേക്കാൾ വോട്ട് വിഹിതം TVK സ്വന്തമാക്കി എന്ന തരത്തിൽ പല അഭിപ്രായങ്ങളും വരുന്നു. പക്ഷേ താൻ MGRുമായൊന്നും തന്നെ താരതമ്യം ചെയ്യേണ്ട, അങ്ങനെ താരതമ്യം ചെയ്യാനും താനില്ല. മാത്രമല്ല അദ്ദേഹം നടപ്പാക്കിയ പല നല്ല കാര്യങ്ങളുടെയും തുടർച്ചക്കാരനാണ് താൻ എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തമിഴകത്ത്
ജയലളിത നടപ്പാക്കിയ പദ്ധതികളാണ് ഇപ്പോഴും സുഗമമായി നടക്കുന്നതെന്നും കഴിഞ്ഞ 5 വർഷത്തെ സർക്കാർ കാര്യമായി ഒന്നും ചെയ്തില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അതായത് AIADMKയോട് ഒരു മൃദു സമീപനം. നിലവിലെ തമിഴകത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. AIADMK വലിയ തോതിലുള്ള ഭിന്നതയുണ്ട്. AIADMKയിൽ നിന്ന് നിരവധി പേർ TVKയിൽ ചേരുന്ന സാഹചര്യമുണ്ട്. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ AIADMKയിലെ ഭിന്നത കൂടി ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് TVK നടത്തുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് വിജയുടെ വാക്കുകൾ. എന്തായാലും തമിഴകത്ത് ഇനി ഉയരുന്ന രാഷ്ട്രീയ കൗതുകം ആരാണ് സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ്. തിരുച്ചി ഈസ്റ്റ് തൻ്റെ 2 കണ്ണുകളിൽ ഒരു കണ്ണ് പോലെയാണ് എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു. അതായത് 234 മണ്ഡലങ്ങളിലും ജയിച്ച സ്ഥാനാർത്ഥികൾ MLA ആയവർ അവർ ഏത് പാർട്ടിയിൽ നിന്നുള്ളവരായാലും ആ മണ്ഡലത്തിലെ വികസനത്തിന് കുറവ് വരുന്നില്ല എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ വോട്ടർമാർക്ക് നൽകിയ ആത്മവിശ്വാസം അത് ഈ ഘട്ടത്തിലും തുടർന്നും നിലനിർത്താൻ ശ്രമിക്കുന്നു. ഒപ്പം DMK ആണ് പ്രധാന എതിരാളിയെന്ന് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴകത്ത് ഇത്രയും കാലം കണ്ടുവന്ന ഒരു പതിവ് രീതികൾക്കൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഉണ്ടായത് എന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ജാതിമത സമവാക്യങ്ങൾക്ക് അതീതമായ രാഷ്ട്രീയ വിജയം, കാശ് നൽകി വോട്ട് വാങ്ങിക്കുന്ന രാഷ്ട്രീയ നടപടികൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിന് അറുതി വരുത്തി ഭരണഘടനയിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് ഇനി ഉള്ളത് എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ അടിമുടി ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഇന്ന് ചെന്നൈ തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ വിജയ് നടത്തിയത്. അത് തിരുച്ചി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ്. രേണുക, തീർച്ചയായും VR കാർത്തിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തമിഴക മക്കളെ നെഞ്ചേറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ, പ്രസംഗം, അതൊക്കെയാണ് വിജയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുമാറ്റം, തീരുമാനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് തൃശ്ശി ഈസ്റ്റിൽ എത്തുമ്പോഴും വിജയിൽ നിന്ന് ഉണ്ടായത്. ഓരോ വാചകങ്ങളെയും കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ജനങ്ങളെ കണ്ടു. എന്തായാലും ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രധാന ശത്രു DMK ആണ്. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു വിജയ് എന്ന് തന്നെ മനസ്സിലാകാം. അപ്പോഴും സസ്പെൻസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തുടരുകയാണ്. ആരാകും സ്ഥാനാർത്ഥി എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കണം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് CMRLന് ഒരു നിർണായക ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും CMRLന് താൽക്കാലിക ആശ്വാസം ഇന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നു. CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ചയുണ്ടാകും. ആ ഉത്തരവ് പറയും വരെയാണ് തുടർ നടപടികൾ തടഞ്ഞിരിക്കുന്നത്. ഹർജിക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്. വീണ വിജയന് ബാധകമാവുകയുമില്ല. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നതെന്ന് വിശദമായി തന്നെ നോക്കാം. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL ഈ അപ്പീൽ കോടതിയിൽ നൽകിയിരുന്നത്. ജസ്റ്റിസുമാരായ A രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും CMRLന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയും ഹാജരായി. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം തന്നെ ഇന്ന് കേട്ടു. അപ്പോൾ ED അന്വേഷണം അധികാര പരിധി മറികടന്നുള്ളതാണ് എന്നതായിരുന്നു CMRL കോടതിയിൽ പ്രധാനമായും ഇന്ന് വാദിച്ചത്. തെളിവ് ശേഖരണത്തിനായി സമൻസ് അയക്കാൻ EDക്ക് കഴിയില്ല. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം അന്വേഷിക്കാൻ EDക്ക് നിയമാധികാരമില്ല. ഈ കാര്യങ്ങളൊക്കെ CMRL ചൂണ്ടിക്കാട്ടി. എന്താണ് കുറ്റകൃത്യം എന്നതിൽ പോലും വ്യക്തതയില്ല എന്ന് CMRL വാദിച്ചു. കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് 2 സത്യവാങ്മൂലങ്ങൾക്ക് മറുപടി സമർപ്പിക്കാൻ അവസരം നൽകിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നീതിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് CMRL ചൂണ്ടിക്കാട്ടി. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും CMRL വാദിച്ചു. അപ്പോൾ കൃത്യമായ വലിയ വിശദമായ വാദം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് CMRL അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കോടതി തിരിച്ച് ചോദിച്ചത്. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ലിസ്റ്റഡ് കമ്പനിയല്ലേ, എക്സാലോജിക്കുമായുള്ള രേഖകളല്ലേ ED ചോദിച്ചത്? ഇതും CMRLനോട് കോടതി ചോദിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CMRLന്റെ വാദങ്ങൾ തള്ളുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന്, ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. EDയുടെ വാദങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യം തങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നതാണ് EDക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഇന്ന് വാദിച്ചത്. കള്ളപ്പണ കേസ് അന്വേഷിക്കുന്നത്
SFIO അന്വേഷണം തുടങ്ങിയ കേസിലാണ്. 2024 ജനുവരിയിൽ തന്നെ SFIO അന്വേഷണം തുടങ്ങിയിരുന്നു. തങ്ങൾ മാർച്ചിൽ മാത്രമാണ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്, തെളിവ് ശേഖരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ED ചൂണ്ടിക്കാട്ടി. ആ നടപടിക്രമങ്ങൾ നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നതും ED വാദിച്ചു. അപ്പോൾ വിശദമായ വാദം കോടതിയിൽ നടന്നു. ആ വാദത്തിനൊടുവിൽ CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച പറയാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ കരിമണൽ കമ്പനിക്കെതിരെ തുടർ നടപടികൾ പാടില്ല എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തുടർ നടപടി പാടില്ലെന്ന് ഹർജിക്കാർക്കെതിരെ മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജിക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ വിജയൻ അടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്ക് എതിരെ നടപടി തുടരാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ EDക്ക് നിലവിൽ വീണ വിജയനെതിരെ അന്വേഷണവുമായി അപ്പോൾ മുന്നോട്ട് പോകാം എന്നതാണ് സാഹചര്യം. എന്തായാലും CMRLന്റെ കാര്യത്തിൽ വെള്ളിയാഴ്ച കോടതി തീർപ്പ് പറയും. അപ്പോഴായിരിക്കും എന്താണ് കോടതി അതിലുള്ള ഇടപെടൽ എന്നത് നമുക്ക് വ്യക്തമാവുക. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നു മുതൽ അനുഭവിക്കുന്ന ഈ LPG ലഭ്യത കുറവ്, LPGയുടെ വില വർധന, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണപ്പെരുപ്പം ഉയരാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. എണ്ണവില വർധനയ്ക്ക് പിന്നാലെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കൂട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് പാൽ വില കൂടിയ ദിവസം കൂടിയാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും ഇനി ചിലവേറും. അങ്ങനെ ചിലവേറിയ ദിവസങ്ങളാണ് ഓരോ മനുഷ്യരെയും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാഹചര്യം എന്നത് നോക്കാം. പാചകവാതക വില വീണ്ടും കൂടിയിരിക്കുകയാണ്. പാചകവാതക വില വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ സിലിണ്ടറിനാണ് ഇപ്പോൾ വില കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി വില. ഡൽഹിയിൽ സിലിണ്ടറിന് 42 രൂപയുടെ വർധനവാണുള്ളത്. ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113 രൂപ 50 പൈസയാണ്. കൊൽക്കത്തയിൽ 53 രൂപയും സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5 കിലോയുടെ ഫ്രീ ട്രേജ് LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനയുണ്ട്. 11 രൂപയുടെ വർധനയാണ് വരുത്തിയത്. ഇതോടെ 5 കിലോയുടെ സിലിണ്ടറിന് ഡൽഹിയിലെ വില 821 രൂപ 50 പൈസയായി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതൊട്ടും ആശ്വാസമല്ല. കാരണം നമുക്കറിയാം, വാണിജ്യ സിലിണ്ടറുകളുടെ വില ഉയരുമ്പോൾ അത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖല വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യങ്ങൾ തന്നെ വലിയ രീതിയിൽ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. പലരും വിറകടുപ്പിലേക്കൊക്കെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നവർക്ക് പോലും ഈ വില വർധന ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എത്രയാണ് എന്നത് അറിയാൻ പറ്റും. നമ്മുടെ പരിസരത്തൊക്കെ കണ്ടിരുന്ന പല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിനൊക്കെ താഴെ വീണിരിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വലിയ പ്രതിസന്ധിയാണ് ഈ ഹോട്ടൽ മേഖലയിലുള്ളവരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെ ആ മേഖല കടന്നു പോകുന്നു എന്നതാണ്. വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭക്ഷണം വാങ്ങുന്ന മനുഷ്യരെ അത് ബാധിക്കുന്നത് പോലെ തന്നെ അവിടെ തൊഴിലെടുക്കുന്നവരെയും വലിയ രീതിയിൽ ബാധിക്കും, അവരുടെ കുടുംബങ്ങളെ ബാധിക്കും. പലരും തൊഴിലില്ലാതായിട്ട് ഇരിക്കുന്ന സാഹചര്യം എത്രയോ മാസങ്ങളായി ഉണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപ ആയിട്ടാണ് വർധനയാണ് അന്നുണ്ടായത്. അപ്പോൾ വലിയൊരു വർധനയാണ് അന്നുണ്ടായത്. തുടർച്ചയായ എണ്ണവില വർധനയ്ക്ക് പിന്നാലെയാണ് ഈ വർധനവ് കൂടി വരുന്നത്. നമുക്കറിയാം, 4 തവണയാണ് എണ്ണവില വർദ്ധിപ്പിച്ചത്. മെയ് 15-ന് ആദ്യം വില വർദ്ധിപ്പിക്കുന്നു. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അന്ന് ആദ്യമായി എണ്ണവില വർദ്ധിപ്പിച്ചത്. രണ്ടാം ഘട്ടമായിട്ട് മെയ് 19-ന്
വില വർദ്ധിപ്പിക്കുന്നു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. മൂന്നാം ഘട്ടം മെയ് 23-നാണ് കൂട്ടുന്നത്. പെട്രോളിനും ഡീസലിനും യഥാക്രമം 87 പൈസ 91 പൈസ എന്നിങ്ങനെ വർദ്ധിപ്പിച്ചു. നാലാം ഘട്ടമായി മെയ് 25-ന് അവസാനം ഏറ്റവും ഒടുവിൽ പെട്രോളിന് വില വർദ്ധിപ്പിച്ചു. 2 രൂപ 85 പൈസയും ഡീസലിന് 2 രൂപ 84 പൈസയുമാണ് കൂട്ടിയത്. അങ്ങനെ വലിയ ആഘാതം എണ്ണവില വർധന ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ജനങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെയുണ്ടായ മാറ്റം 4 തവണകളായി കേരളത്തിൽ പെട്രോളിന് ശരാശരി 8 രൂപയും ഡീസലിന് 7 രൂപ 93 പൈസയുടെ വർധനയുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയ വർധന തന്നെ ഈ 4 ഘട്ടങ്ങളിലായി ഉണ്ടായിരിക്കുന്നു. എണ്ണവില വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം ചരക്ക് നീക്കം, അതിനുള്ള ചിലവ് വർദ്ധിക്കും. അപ്പോൾ ഓരോ സാധനങ്ങളുടെയും വില കൂടും. ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും സാമഗ്രികളുടെയും ഒക്കെ വില കൂടുന്ന ഒരു സാഹചര്യം വരും. രാജ്യത്താകമാനം തന്നെ ഇത് ഒരു വില വർധനയിലേക്ക്, വിലപ്പെരുപ്പത്തിലേക്ക്, പണപ്പെരുപ്പത്തിലേക്ക്, വിലക്കയറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, അത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പ്രതിസന്ധി തീരുന്നതിന് കൂടുതൽ സമയമെടുക്കുമെന്ന ഒരു കാര്യവും നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ചെലവ് ചുരുക്കൽ നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാരിലേക്ക് ഏറ്റവും ഡയറക്റ്റായി വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എണ്ണവിലയായാലും ഒപ്പം തന്നെ പാചകവാതക വിലയായാലും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയായാലും ഒക്കെ ഇനിയും കൂടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്നാൽ മറ്റൊരാഘാതം കൂടി മലയാളികൾക്കുണ്ടായിരിക്കുകയാണ്. ഇന്ന് പാലിൻ്റെ വില കൂടിയ ദിവസമാണ്. മിൽമ സ്മാർട്ട് ലിറ്ററിന് 50-ൽ നിന്നും 54 മാറിയിരിക്കുന്നു. ടോണ്ട് മിൽക്ക് 52-ൽ നിന്നും 56-ലേക്ക് ഉയർന്നിരിക്കുന്നു. പ്രൈമിൻ്റെ വില 56-ൽ നിന്നും 60-ലേക്കും കൊഴുപ്പ് കൂടിയ മിൽമ റിച്ചിന് 6 രൂപ കൂടി 64-ലേക്കും വിലയെത്തിയിരിക്കുകയാണ്. ബോട്ടിലിൽ ലഭിക്കുന്ന 1 ലിറ്റർ പാലിൻ്റെ വില 70-ൽ നിന്നും 75ആയി. തൈര് കിലോയ്ക്ക് 10 രൂപ വരെ വർധനയുണ്ട്. 8 മാസം മുൻപ് ധാരണയായ വില വർധനയാണ് മിൽമ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പാലിനും തൈരിനും വില കൂടിയതൊഴിച്ചാൽ ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെയുള്ള മിൽമയുടെ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വില ഉയരില്ല. പക്ഷേ നമുക്കറിയാം, പാലിന് വില കൂടുമ്പോൾ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത് ബാധിക്കും. ചായപ്രേമികൾക്കാകും ഏറെ നിരാശ അല്ലെങ്കിൽ ഏറെ ആഘാതം ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പാലിന് വില കൂടിയെന്ന തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ചായ വില 15 രൂപയായി ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പാൽ വില കൂടുന്ന, അത് നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഇനി ചായയ്ക്ക് വില വർധന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഈ വില വർധനയിൽ ജനങ്ങളുടെ പ്രതികരണം എന്നതുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊരു ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചേട്ടാ, ചായയുടെ വില കൂടുക. വില കൂടിയെന്നാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ പറ്റും. എന്നിവിടെ കുടിക്കുന്നത്? എന്നിവിടെ അല്ല, പണി ഇങ്ങോട്ടെങ്കിലും ഇവിടെ കുടിക്കും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവര് നഷ്ടത്തിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 20 കൊടുത്തേ പറ്റൂ. ചായ എന്ന് പറയുന്നത് ഒരു ശീലത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ചെലവ് ചുരുക്കാൻ എല്ലാവർക്കും ഇപ്പോൾ ചായ ഒഴിവാക്കിക്കൊണ്ട് അത് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അത് ജീവിതത്തിൻ്റെ അത്രയും അഭിവാജ്യമായിട്ടുള്ള ശീലമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ചായയുടെ വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ തീരുമാനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ.
ഈ മിൽമയുടെ പാലിന്റെ വില വർധന സംബന്ധിച്ച് 8 മാസം മുൻപേ തന്നെ ധാരണയായതാണ്. തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ അത് നടപ്പിലാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കർഷക ക്ഷേമം മുൻനിർത്തി നടപ്പാക്കി എന്നതാണ് മിൽമ ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ പാൽ ഉൽപാദന ചെലവ് ഏറിയിട്ടുണ്ട്, വരുമാനം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്ഷീര കർഷകർ അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഉൽപാദനോപാധികളുടെ ഗണ്യമായ വിലവർദ്ധനവ് കണക്കിലെടുത്തും ക്ഷീര കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനും പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണ് എന്നതാണ് ഈ വിലവർധന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ മിൽമ അറിയിച്ചിരുന്നത്. അപ്പോൾ കർഷകർക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കർഷകർക്ക് നമുക്കറിയാം, മറ്റ് ജീവിത ചെലവുകൾ ഉയരുമ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർക്കും ബുദ്ധിമുട്ടേറെയാണ്. അവർക്ക് ഈ കന്നുകാലികൾക്കുള്ള തീറ്റയായാലും അതിനുള്ള മറ്റ് എല്ലാം ചിലവേറുമ്പോൾ പാലിന് വില വർദ്ധിപ്പിക്കുക അല്ലാണ്ട് മറ്റു വഴിയില്ല എന്ന് വരും. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ചിലവുകൾ കൂടുന്നു, അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. വിലക്കയറ്റം ഏതാണ്ട് കഴുത്തൊപ്പം എത്തുന്ന ഒരു സാഹചര്യമാണ് ഓരോ സാധാരണക്കാരനെയും സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. സർക്കാരിന് ഇതിലൊക്കെ എന്ത് ഇടപെടൽ നടത്താൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഈ പെട്രോളിൻ്റെ സെസ് എടുത്തു മാറ്റുമോ, എന്തെങ്കിലും ആശ്വാസം സംസ്ഥാനത്തിന് പ്രത്യേകമായി അതിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ പാലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഹൈക്കോടതി മിൽമയ്ക്ക് പാൽ വില കൂട്ടാൻ അധികാരം നൽകി എന്നൊരു വാദമാണ് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് അതിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, കൂടുന്ന വിലയൊന്നും പിന്നീട് കുറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് എണ്ണ വിലയുടെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും കുറയുന്ന ശീലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വരവിനൊപ്പം അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെലവ് ചുരുക്കി ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും എന്തായാലും ഓരോരുത്തരെയും സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മൾ ഇനി ബംഗാളിലേക്ക് പോവുകയാണ്. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? മമതാ ബാനർജിയുടെ ഭാവി എന്താകും എന്ന ചോദ്യം ഉയരുന്ന മണിക്കൂറുകളാണ്. തൃണമൂൽ പിളരുമോ? മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം MLA-മാരും വിട്ടുനിന്ന സാഹചര്യത്തിലാണ് ഈ സംശയം ഉയരുന്നത്. തൃണമൂൽ നേതൃത്വവും പരിഭ്രാന്തിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നതൊക്കെയാണ് റിപ്പോർട്ട്. എന്താണ് ബംഗാളിൽ നടക്കുന്നതെന്ന് ഇനി വിശദമായി തന്നെ പരിശോധിക്കാം. പശ്ചിമബംഗാളിലെ 294 അംഗ നിയമസഭയിൽ 2006 സീറ്റുകൾ നേടിയാണ് BJP ചരിത്ര വിജയം കുറിച്ചത്. ഇതോടെ 15 വർഷം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഭരണത്തിന് അന്ത്യമായി. മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ സുവേന്ദു അധികാരിയോട് പരാജയപ്പെടുകയും ചെയ്തു. നീണ്ട 34 വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച് ബംഗാളിൽ അധികാരം പിടിച്ച മമതാ ബാനർജിയുടെ 15 വർഷം നീണ്ട ഭരണകാലത്തിനാണ് ഇതോടെ അവസാനമായത്. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരമേൽക്കുന്നത്. പിന്നാലെ തുടർച്ചയായി 3 തവണ വിജയം. ഒടുവിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് മുന്നിൽ TMCക്ക് പിഴച്ചു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ബംഗാൾ BJP ഭരണത്തിലേക്ക് എത്തപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നടന്ന വാർത്താസമ്മേളനത്തിൽ അതിവൈകാരികമായാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. തോൽവി സമ്മതിക്കാൻ വിസമ്മതിച്ച മമത താൻ ധാർമ്മികമായി ജയിച്ചു എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ ഔദ്യോഗിക പദവികളൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരിയാണ്, ഇപ്പോൾ ഞാൻ ഫ്രീ ബേർഡാണ് എന്നതാണ് മമതാ ബാനർജി പറഞ്ഞത്. തന്റെ ലക്ഷ്യം വ്യക്തമാണ്. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ താൻ ഇനി മുഴുവൻ സമയവും പ്രവർത്തിക്കും എന്നതാണ് മമത ചൂണ്ടിക്കാട്ടിയത്. ആ മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പിളരുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന യോഗം റദ്ദാക്കി. 80 MLA-മാരിൽ 20 പേർ മാത്രമാണ് മമതയുടെ വീട്ടിൽ വിളിച്ച ആ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. MP-മാരായ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിക്കാൻ മണ്ഡലങ്ങളിൽ തുടരുന്നതിനാലാണ് മറ്റുള്ളവർ എത്താത്തതെന്ന് പാർട്ടി വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് അക്രമങ്ങൾ
ഉണ്ടാകുന്നതിനാൽ അറസ്റ്റിലായ പ്രവർത്തകരെ സഹായിക്കാനും ക്രമസമാധാന നില നിയന്ത്രിക്കാനും MLA-മാർ അവരുടെ മണ്ഡലങ്ങളിൽ തുടരുകയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. MLA-മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഔദ്യോഗിക യോഗം റദ്ദാക്കിയതെന്നും യോഗത്തിനെത്തിയ 20 MLA-മാരുമായി മമതാ ബാനർജി ഔദ്യോഗിക ചർച്ചകൾ നടത്തിയതായും കുണാൽ ഘോഷ് കൂട്ടിച്ചേർത്തു. MLA-മാരെല്ലാം പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ യോഗം വീണ്ടും ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടന്ന ആദ്യ യോഗത്തിൽ 9 പേർ വിട്ടുനിന്നിരുന്നു. അതുതന്നെ വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പകുതി MLA-മാരും എത്തില്ലെന്ന് BJP വൃത്തങ്ങൾ നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പരമാവധി പേരെ എത്തിക്കാൻ അതുകൊണ്ട് തന്നെ മമതാ ബാനർജി നീക്കങ്ങൾ സജീവമാക്കിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാത്രവുമല്ല, വിട്ടുനിന്നവരുടെ എണ്ണം 60 ഉയരുകയും ചെയ്തു. ഇത് പാർട്ടിയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെത്തട്ടിൽ കൊഴിഞ്ഞുപോക്കുണ്ട് എന്നതിന്റെ റിപ്പോർട്ടുകൾ കൂടി വരുന്നു. നേതാക്കന്മാരുടെ അഭാവം പോലെ തന്നെ തൃണമൂലിനെ ഭയപ്പെടുത്തുന്നതാണ് താഴെത്തട്ടിലെ കൊഴിഞ്ഞുപോക്ക്. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറിയും MP-യുമായ അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണമുണ്ടായത് ബംഗാളിലെ സോനാപൂരിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കലാപത്തിലെ ഇരകളെ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. സ്ത്രീകളടക്കമുള്ള സംഘം അദ്ദേഹത്തിന് നേരെ കല്ലും ചെരുപ്പും മുട്ടയും ഒക്കെ എറിഞ്ഞു. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ ആരോപിച്ചു. ഹുഗ്ലിയിലെ ചണ്ഡിതലയിൽ വെച്ച് മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിയുടെ തലയ്ക്ക് അടിയേറ്റു. പോലീസുകാർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം. സോനാപൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് നമ്പർ 9-ലാണ് അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണമുണ്ടായത്. 35 വാർഡുകളും തൃണമൂലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷ സാന്നിധ്യമില്ല. എന്നിട്ടും അഭിഷേക് ആക്രമണത്തിനിരയായപ്പോൾ പ്രാദേശിക കൌൺസിലർമാരോ ബ്ലോക്ക് നേതാക്കളോ ജില്ലാതലത്തിലെ ശക്തരായ നേതാക്കളോ താഴെത്തട്ടിലെ പ്രവർത്തകരോ ഒന്നും അദ്ദേഹത്തിന് പ്രതിരോധ വലയം തീർക്കുന്നതായി കണ്ടില്ല. തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അഭിഷേകിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും വൈകുന്നേരം മമതാ ബാനർജിയോടൊപ്പം നിൽക്കാനും ഒരു പ്രാദേശിക MP-യോ MLA-യോ എത്തിയില്ല. ബംഗാളിലെ രാഷ്ട്രീയത്തിൽ പതിവായി കണ്ടിരുന്ന നേതാക്കളെ സംരക്ഷിക്കാൻ പ്രവർത്തകർ സ്വാഭാവികമായി ഓടിയെത്തുന്ന പ്രവണത ഈ സന്ദർഭങ്ങളിലൊന്നും കാണാനായിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ബെല്ലവ്യൂ ആശുപത്രിക്ക് പുറത്ത് മമതാ ബാനർജി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും സമാനമായി ഒറ്റപ്പെടൽ കാണപ്പെട്ടു. ബംഗാളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നേതാവിന് ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടം വളരെ ചെറുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ സംഘടനകൾ സാധാരണയായി ഏതെങ്കിലും തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകളിൽ തകരുന്നത് പതിവല്ല. കുറച്ച് മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുകയോ കൂറുമാറുകയോ ചെയ്തതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും തകരാറില്ല. അതിന്റെ ആദ്യ സൂചനകൾ സാധാരണയായി താഴെത്തട്ടിലാണ് കാണപ്പെടുന്നത്. സോനാപൂർ പുറത്തു കൊണ്ടുവന്നത് ബംഗാൾ മുമ്പും കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. 2011 ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ CPM-ന് തൃണമൂലിന് ഇപ്പോൾ ഉള്ളതിലും അധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകർ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതാണ് കണ്ടത്. ഒരിക്കൽ പാർട്ടിയുടെ ഭാഗമാകാനായി ആശയപരമായ പ്രതിബദ്ധത പ്രകടിപ്പിച്ചിരുന്ന പലരും പെട്ടെന്ന് തന്നെ സ്വന്തം അതിജീവനത്തിനായി മുൻഗണന നൽകുന്നത് ആ മാറ്റം ജനങ്ങളിൽ കണ്ടു. ഇപ്പോൾ സോനാപൂർ സംഭവം ഉയർത്തുന്ന ചോദ്യം തൃണമൂലിന്റെ താഴെത്തട്ടിലെ പ്രവർത്തകരിൽ ചിലർ ഇത്തരം കണക്കുകൂട്ടലുകളുടെ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതുകൂടിയാണ്. എന്തായാലും തുടർ തോൽവികളിലും CPM-ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ രൂപത്തിൽ ഒരു ആശയപരമായ വലിയ അടിത്തറയുണ്ടായിരുന്നു. തൃണമൂലിന് അത്തരം ഒരു ആശയപരമായ അടിത്തറയില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തെ തൃണമൂൽ എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഒരു നേതാവിന് പ്രതിഷേധത്തെ അതിജീവിക്കാനാകും, ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് തിരിച്ചടികളെയും മറികടക്കാനാകും. എന്നാൽ സ്വന്തം കേഡറുകൾ സംഘടനയെ സംരക്ഷിക്കുന്നതിനേക്കാൾ സ്വയം സംരക്ഷിക്കുന്നതാണ് സുരക്ഷിതമെന്ന് തീരുമാനിക്കുന്ന നിമിഷത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത് വളരെ പ്രയാസകരമാണ് എന്നതാണ് സാഹചര്യങ്ങൾ നൽകുന്ന സൂചന. തൃണമൂലിന് അതിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ അടുത്ത 48 മണിക്കൂർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ ജനപങ്കാളിത്തം തൃണമൂലിന്റെ ഭാവിയുടെ സൂചനകൾ കൂടി നൽകുന്നതാകും. അപ്പോൾ 2 ദിവസം തുടർച്ചയായുള്ള പ്രതിഷേധം അത് വിജയിപ്പിക്കുക എന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ കൂടെയുള്ളവർ തന്റെ ഒപ്പം തന്നെ ഉണ്ട്, ജയിപ്പിച്ചെടുത്ത MLA-മാർ തന്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടുന്ന അവസരം കൂടിയാണ്. അത് ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ ആ വെല്ലുവിളിയാണ് മമതാ ബാനർജിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ ഫോക്കസ് വാർത്തകളിൽ നിന്ന് നമ്മൾ സായന യാത്രയിലേക്ക് പോകുന്നു. സായന സവാരി കാണാം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കാട്ടിക്കുളത്ത് നിന്നും വനത്തിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെറിയ ഇടത്താവളത്തിലെത്താം. അവിടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഒരേ രുചിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഉണ്ണിയപ്പ കടയുണ്ട്. തലമുറകൾ കൈമാറി വന്ന കാനന രുചിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സായന സവാരിയിൽ ഇനി കാണാൻ പോകുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വയനാട്ടിലുള്ള ഈ ഒരു തെറ്റ് റോഡ് എന്ന് പറയുന്ന സ്ഥലം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല വിദേശത്ത് പോലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കറിയാം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലേക്ക് പോകുന്ന റോഡിന്റെ ഏകദേശം ഒരു 13 കിലോമീറ്റർ പുറത്ത് വരുന്ന വാഹനങ്ങളെല്ലാം നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പറയുന്നത് കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കട എന്നാണ് പറയുന്നത്. കാരണം വയനാട്ടിലെ അതൊരു പ്രസിദ്ധമായ ഒരു കടയാണ്. കാരണം വിദേശികളടക്കം ഇവിടെ എത്തി ഇവിടെ നിന്നും ഉണ്ണിയപ്പവും വാങ്ങിയാണ് തിരിച്ചു പോകുക. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ നമുക്ക് കാണാം. കാരണം പല ആളുകളും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വാഹനങ്ങൾ നിർത്തി ഇവിടെ ഈ ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഏതാണ്ട് ഒരു 10-50 വർഷത്തിനടുത്തായി ഈ ഒരു കട. അന്ന് ഉണ്ണിയേട്ടനം എന്ന് പറയുന്ന ഒരാള് ആ കാലത്ത് ചക്കിലാട്ടിക്കൊണ്ട് ഈ ഉണ്ണിയപ്പം മാത്രം വിറ്റെടുന്ന ഒരു കടയാണിത്. പിന്നീട് ഈ തിരുനെല്ലിയിലേക്ക് വരുന്ന നിരവധി ആളുകൾ വിദേശികളടക്കം ഇവിടെ നിന്നും ഉണ്ണിയപ്പം വാങ്ങി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുക. ഇവിടെ വന്ന് ഉണ്ണിയപ്പം കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു കടയുടെ പ്രത്യേകത. എന്തായാലും നമുക്ക് ഇവിടെ നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ ഈ അപ്പക്കടയിൽ ഉണ്ണിയേട്ടന്റെ മക്കൾ ഇപ്പോഴും ഈ അപ്പക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് ഉള്ളിലേക്ക് വരികയാണ്. നമസ്കാരമുണ്ട്. അപ്പൊ നമ്മള് ഈ ഉണ്ണിയേട്ടന്റെ അപ്പക്കട അങ്ങനെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഏകദേശം കൊടുത്തോളൂ 50 വർഷത്തിന്റെ മേലെയായില്ലേ അല്ലേ? പേരൊന്ന് പറയാം നമുക്ക്. അജി ചേട്ടനും അനിയനും കൂടിയാണ് നടത്തുന്നത്. സ്ഥിതികൾ എന്താണ്? സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലല്ല വിദേശത്ത് പോലും പ്രചാരമേറിയ ഒരു ഷോപ്പാണ് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രചാരം വരാൻ? ടേസ്റ്റും പിന്നെ നിങ്ങൾ പോലത്തെ ആളുകൾ ഇങ്ങനെ വന്ന് എടുത്തെല്ലാം പ്രശസ്തമായതാണ്. ആദ്യം അച്ഛനായിരുന്നത്? അതെ അതെ, അച്ഛൻ മരിച്ച് 10 വർഷമായി. അച്ഛൻ മരിച്ച് 10 വർഷത്തിന് ശേഷം നിങ്ങൾ അതേ രീതി തന്നെ കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഇത് ചെയ്യുന്നത്, ശുദ്ധമായ വെളിച്ചെണ്ണ. ഒന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? നല്ല കുത്തരിയാണ്, നല്ല പഴം നല്ലോണം ചേർക്കും, ഏലക്ക, ജീരകം, നെയ്യ് ഇതെല്ലാം ചേർക്കും. അരി ഇടിച്ചെടുക്കുന്നതാണ് ഇവിടെ തന്നെ. എത്ര മണിക്കാണ് ഈ ഷോപ്പ് തുറക്കുന്നത്? രാവിലെ 6:30. ഒരു ദിവസം ഏകദേശം എത്ര ആളുകൾ ഇവിടെ വരും? 200-300 ആളുകൾ. വെക്കേഷനാണ്, മഴയൊക്കെ ആള് കുറയും. ഇപ്പൊ ആളുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ട് പോകാറുണ്ട്? അധികം ആളുകൾ ഇവിടെ കയറുന്ന ആൾക്കാരെല്ലാം കയറിയിട്ട് പോകും. എന്തെങ്കിലും സ്പെഷ്യൽ മറ്റു വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ണിയപ്പം അല്ലാതെ? ഇഡലി, സാമ്പാർ രാവിലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഉണ്ണിയപ്പം. ഇതിന്റെ പേര് ഉണ്ണിയപ്പ കട, കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കട. തീർച്ചയായും കുട്ടേട്ടൻ എന്ന് പറയുന്നത് ഇവരുടെ പിതാവാണ്. വർഷങ്ങൾ ഏകദേശം 50 വർഷത്തിന് മുന്നെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ആനയൊക്കെ വരുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു കട ഇവിടെ പ്രവർത്തിച്ചിരുന്നതൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ തുടങ്ങിയിരുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കട ഇന്നും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളീയരല്ല വിദേശികളും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിലുള്ള ആളുകളും ഒക്കെ നിരവധി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഈ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാം. എവിടുന്നാണ് വരുന്നത് ചേച്ചിമാരെ? കുറെ ആളുകളുണ്ടല്ലോ. അമ്മ എവിടുന്നാണ് വരുന്നത്? കൊടുവള്ളി, കോഴിക്കോട്. ഉണ്ണിയപ്പം കഴിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ കട കാണുന്നത്? അതോ ഇതിനു മുമ്പ് ഈ കടയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഴിക്കാനായോ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ കടയെ കുറിച്ച്? കേട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്നതിൽ നല്ലതാണ്. അതെങ്ങനെയാന്ന് ഇവരോട് ചോദിച്ചോ? നീ വീട്ടിൽ പോയി ഉണ്ടാക്കാനുള്ളൊരു സംഭവം ചോദിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ ടേസ്റ്റ് ഓക്കെ ആണല്ലേ? എന്താ പേര്? നയന. എങ്ങനെയുണ്ട് നയന ഉണ്ണിയപ്പം? അടിപൊളി ഉണ്ണിയപ്പം. അടിപൊളി എന്ന് പറയാനുള്ള കാരണം? അടിപൊളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ വലിപ്പത്തിന്റെ കാര്യമാണെങ്കിലും സാധാ ഉണ്ണിയപ്പത്തിന്റെ ഡബിൾ വലിപ്പമുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ 12-15 റുപ്യൊക്കെയാണ് ചായക്ക് കടിയായിട്ട് വാങ്ങുന്നത് അല്ലെ? അത് 4 ഉണ്ണിയപ്പത്തിന്റെ ഒരു ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ 40 റുപ്യന്റെ ഉണ്ണിയപ്പാണ് 15 റുപ്യക്ക് കിട്ടുന്നത്.
വില വെച്ച് നോക്കുകയാണെങ്കിലും എത്രയോ മെച്ചം തന്നെയാണ്. ഓക്കെ, അപ്പോ തീർച്ചയായും നിരവധി ആളുകളാണ് ഇവിടെ. സംസാരിക്കാൻ പറ്റുമോ? പറ്റും അല്ലെ? രണ്ടുണ്ണിയപ്പം ഒരുമിച്ചാണോ വെച്ചിട്ടുള്ളത്? ശ്രമിച്ചു, പക്ഷെ ഒരെണ്ണം കഴിച്ചോളൂ. രണ്ടുണ്ണിയപ്പം ഒരുമിച്ച് വെച്ചതാണോ? ഒരെണ്ണുള്ളൂ. ഒന്നുള്ളൂ. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ്? നല്ലതാണ്. അപ്പൊ ഇത് എത്ര ഉണ്ണിയപ്പാണ് വാങ്ങിയിട്ടുള്ളത്? നമ്മൾ 7 എണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് മേടിച്ചത്. ഒരു പാക്കറ്റ്. ഇത് ലാഭത്തിലുപരി ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ? ഇതിന് മുമ്പ് ഇവിടെ നിന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥിരം ടീമുകളാണ് ഉണ്ണിയപ്പത്തിനായിട്ട് വരുന്നത്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് കുറച്ച് പേര് വരിക. ഇതിരുന്നല്ലി അമ്പലത്തിന്റെ അടുത്തുനിന്ന് അമ്പലത്തിലേക്ക് വന്നതാണ്. പക്ഷെ ഇവിടെയാണ് മെയിൻ. അങ്ങനെയില്ല, ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടൊന്നും മേടിക്കാം. കുടുംബക്കാരൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കൂട്ടുകാര്. എന്താ പേര്? അനിത. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം നല്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയോ? അറിയോ? മൈദ കൊണ്ടാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കുക? തന്നെയാണ്. അറിയാലോ അല്ലേ ചിലവർക്ക് അല്ലേ? എന്തായാലും മക്കളെ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? അടിപൊളിയാണ്. എന്നാ ക്യാമറന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒന്ന് പറ. അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ തീർച്ചയായും ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കുട്ടേട്ടന്റെ, ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തെ അവിടെ കാണാം. കുട്ടേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിലുണ്ടായ ഒരു ഷോപ്പാണ്. ഇത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മൾ യൂട്യൂബിലേക്കും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസവും ഇത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഒരുപാട് കാലം ചക്കിലാട്ടിക്കൊണ്ടായിരുന്നത് ചേരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മെഷീനിലേക്ക് വന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എന്തായാലും നിരവധി ആളുകളാണ് ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഇവിടെ. തിരക്കാണ്, അതായത് ചെറിയൊരു കടയാണ്, തിരക്കാണ്. എന്തായാലും ഈ ഒരു ഉണ്ണിയപ്പക്കട ഇനിയും മുന്നോട്ട് പോകട്ടെ. അവിടെ നമ്മൾ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിലും വിദേശീയരാണെങ്കിലും ഒക്കെ ഈ ഒരു ഉണ്ണിയപ്പക്കടയിലേക്ക് എത്തണം, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും തെറ്റോടിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഞങ്ങളുടെ പ്രതിനിധി ജയരാജ് ബത്തേരിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. നമുക്കറിയാം, ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് എണ്ണയിൽ പൊരിക്കുന്ന പലഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കാട്ടിക്കുളത്ത് വനത്തിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഉണ്ണിയപ്പക്കടയിലെത്താം. അവിടെ പോകുന്നവർ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ എത്തുക, അതിൻ്റെ രുചി അറിയാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.